കേരളത്തിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടെങ്കിൽ എപ്പോഴേ നമ്മളൊരു 10 റീലൊക്കെ എടുത്തേനെ അല്ലേ. ഞങ്ങൾ എങ്ങടെ ഈ ഓടിപ്പിടിച്ച് പോണേന്നായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുക. ഇത് സ്പെയിനിലാണ്, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് പാതാളം പോലെയാണ് തോന്നിയത്. ഗൈസ്, ഞാൻ സ്പെയിനിലുള്ള നെർജ കേവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻട്രി ഫീ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 1500 രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത്. കേവിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് എനർജി, ഒരു സൈലൻസ്, ഒരു മിസ്റ്ററി ഫീൽ ഉണ്ട്. പ്രകൃതി തന്നെ സ്കൽപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ ഇത്. ഈ കാണുന്നതൊന്നും ഒരു സിനിമ സെറ്റൊന്നും അല്ല. ഈ ഫോർമേഷൻസ് എല്ലാം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു രൂപത്തിലായി. ടൈം എത്ര പവർഫുൾ ആണല്ലേ. ഓണസ്റ്റ്ലി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, നേച്ചറിൻ്റെ പേഷ്യൻസിൻ്റെ എക്സാമ്പിളാണ്. 5 മില്യൺ വർഷം നമ്മളൊരു 5 മിനിറ്റ് സ്റ്റോറി കാണാൻ പോലും ഇംപേഷ്യൻ്റ് ആണ്. സോ ഗൈസ്, നിങ്ങൾ സ്പെയിനിൽ വന്നാൽ ഡെഫിനറ്റ്ലി നെർജ കേവ് മിസ് ചെയ്യരുത്. ആക്ച്വലി ഇത് നെർജ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, നിഹ എന്നാണ്. ഇതുപോലെ ഹിഡൻ ജംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ.